അപ്പോൾ ഇന്ന് സംസ്ഥാന ബജറ്റിന്റെ ഒരുക്കങ്ങളാണ്. പ്രിന്റ് ചെയ്ത ബജറ്റ് ധനമന്ത്രിക്ക് ഉദ്യോഗസ്ഥർ കൈമാറുകയാണ്. അതിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇന്ന് സംസ്ഥാന ബജറ്റ് ഏറെ ശ്രദ്ധ നേടുകയാണ്. ഇന്ന് സംസ്ഥാന ബജറ്റ് അവതരണമാണ്. പ്രശാന്ത് കൃഷ്ണ ഒപ്പം ചേരുന്നുണ്ട്. അതെ കുടിക്കുന്ന കടക്കണം കാപ്പ് കുടിച്ചിട്ട് ഇറങ്ങണം പറയട്ടെ ചോദിക്കോ ഓഡിയോ നോയ്സാണ് നോയ്സ് വരുന്നുണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ കാര്യം സംസാരിക്കാനല്ലേ, രാവിലെ ബഡ്ജറ്റിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും. അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനത്തിലെല്ലാം പറയാം. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ ഞങ്ങള് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്രസിൽ നിന്ന് ഈ ബഡ്ജറ്റ് ഡോക്യുമെന്റ് എല്ലാം പ്രിന്റ് ചെയ്ത് വന്നത് മേടിച്ചതാണ്. ബഡ്ജറ്റ് എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഏറ്റവും കേരളത്തിന് ഭാവിക്ക് നല്ല ഗുണമുണ്ടാവുന്ന, സാമ്പത്തിക വികസനം ഉണ്ടാവുന്ന, ഇപ്പോൾ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടന്ന് കൂടുതൽ തൊഴിലും ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ അനുസരിച്ച് വലിയ മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ സന്തോഷത്തിലാണല്ലോ. സമ്മർദ്ദം എപ്പോഴും ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാവും. കാരണം ബഡ്ജറ്റ് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെത്തിക്കേണ്ടതല്ലേ. എന്നാലും നല്ലതുപോലെ കാര്യങ്ങൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കും എന്നാണ്. നമ്മുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ളതൊക്കെ ഉണ്ടാവും ബജറ്റ്. പ്രയാസങ്ങൾ മറികടക്കാനുള്ള ശ്രമങ്ങളാണല്ലോ. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ സ്വാഭാവികമായിട്ടുണ്ടായതല്ല, കേന്ദ്രത്തിന്റെ നിലപാടുകൾ ഉണ്ടായതാണ്. അതിന്റെ തർക്കങ്ങൾ നടക്കുകയാണല്ലോ. ഇപ്പം നമ്മൾ മാത്രമല്ല ഇത് പറഞ്ഞത്, നമ്മൾ പറഞ്ഞതിന്റെ കൂടെ എല്ലാ സ്റ്റേറ്റുകളും വന്നു. KPCCയുടെ ഇന്നത്തെ വലിയ പരിപാടിയിൽ AICC പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തെ, അവകാശങ്ങളെ ബാധിക്കുന്നതാണ്. കേരളത്തിലെ KPCC നേതൃത്വം അക്കാര്യം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായി ഈ ഒരു കാര്യം ഞങ്ങൾ ഏകപക്ഷീയമായി പറയുന്നതല്ല, വസ്തുതയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ശരിയാക്കിയിട്ട് കാണും. ആശങ്കപ്പെടാതിരിക്കാനുള്ള ബഡ്ജറ്റാണ്. അങ്ങനെ ആശങ്ക ഉണ്ടാവാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ്. നമുക്ക് വിഷൽ കിട്ടിയില്ലായിരുന്നു. ഇന്നത്തെ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി KN ബാലഗോപാലിന് ഉദ്യോഗസ്ഥർ പ്രിന്റ് ചെയ്ത ബജറ്റ് കൈമാറിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏറെ പ്രതീക്ഷയിലാണ് ധനമന്ത്രി ഉള്ളത്. വിശദാംശങ്ങളിലേക്ക് പ്രശാന്തിലേക്ക് ഇനി അടുത്ത നിമിഷങ്ങളിൽ എത്താം. അപ്പോൾ ഇന്ന് ബജറ്റ് പ്രഖ്യാപനമാണ്. ബജറ്റിൽ പ്രതീക്ഷ ഉണ്ടാവുമെന്ന് തന്നെയാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ധനമന്ത്രി പറയുന്നത്. കുടിശ്ശിക, ക്ഷേമ പെൻഷൻ, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ സാധാരണ ജനങ്ങളും പ്രതീക്ഷ വയ്ക്കുകയാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് ഇനിയുള്ള മണിക്കൂറുകളിലും ഇനിയുള്ള മിനിറ്റുകളിലും വരാം നമുക്ക്.